നമസ്കാരം. പത്ര ഓൺലൈനിലേക്ക് സ്വാഗതം. 2018 സ്ത്രീകളെ ശബരിമലയ്ക്ക് എത്തിയ CPM-കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയല്ലേ? തീർച്ചയായും ശബരിമല സന്നിധാനത്തേക്ക് രണ്ട് സ്ത്രീകളെ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പവിത്രമായ ശബരിമല സന്നിധാനത്തേക്ക് പോലീസ് അകമ്പടിയോടുകൂടി കയറ്റിയ CPM-ന്റെ നെറികെട്ട നീക്കം കേരളം കണ്ടതാണ്. കേരളത്തിലെ കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ, അയ്യപ്പ വിശ്വാസികളുടെ മനസ്സ് ഏറ്റവും വേദനിച്ച ഒരു ദിവസമാണ് ആ ദിവസം. രണ്ട് ദൈവവിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ അയ്യപ്പനിൽ വിശ്വസിക്കാത്ത രണ്ട് CPM വനിതകളെ, ബിന്ദു അമ്മിണി, കോഴിക്കോട് ജില്ലക്കാരിയായ ബിന്ദു അമ്മിണിയെയും മലപ്പുറം ജില്ലക്കാരിയായ കനകദുർഗയെയും മുൻ SFI-ക്കാരായ പോലീസുകാരെ ഉപയോഗിച്ച് വനംവകുപ്പിന്റെ വാഹനത്തിൽ പിന്നാമ്പുറത്തുകൂടി ശബരിമലയിൽ എത്തിക്കുകയും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരെ വെല്ലുവിളിക്കുന്ന സമീപനമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സുപ്രീം കോടതി അത്തരമൊരു വിധി പ്രസ്താവിച്ചതിന്റെ പിന്നാലെ തന്നെ കേരളത്തിലെമ്പാടും അയ്യപ്പ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വലിയ സമരം, നാമജപ ഘോഷയാത്രയും ലോങ് മാർച്ച് ഉൾപ്പെടെ വലിയ സമരം നടന്നു. കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതി വിധിയിൽ നിന്ന് ഒരടി പോലും തങ്ങൾ പിറകോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രമായ ശബരിമലയെ കളങ്കപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി CPM സഹയാത്രികരായ അല്ലെങ്കിൽ CPM-ന്റെ ആജ്ഞാനുവർത്തികളായ രണ്ട് സ്ത്രീകളെ ആനയിച്ച് ശബരിമലയിൽ എത്തിച്ചത് ഭക്തരോട് നടത്തിയ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പിണറായി വിജയന്റെ വാശിയായിരുന്നു ശബരിമല സന്നിധാനം കളങ്കപ്പെടുത്തണമെന്ന്. അതിൽ അദ്ദേഹം ഒരുപക്ഷെ വിജയിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും. പക്ഷേ ശബരിമല സന്നിധാനത്ത് രണ്ട് സ്ത്രീകളെ കയറ്റിയതിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM തകർന്നടിയും. ആ 2018 സുപ്രീം കോടതി വിധി ഇന്നും നിലനിൽക്കുകയാണ്. 5-അംഗ ബെഞ്ചിന്റെ വിധി ഭരണഘടനാ ബെഞ്ചിന് 9-അംഗ ബെഞ്ചിന് വിട്ടു എന്നല്ലാതെ ആ വിധി സ്റ്റേ ചെയ്യാൻ ഇതുവരെ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. സ്റ്റേ ചെയ്യാത്ത വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമല സന്നിധാനത്ത് ഇപ്പോഴും സ്ത്രീകൾക്ക് കയറാൻ കഴിയും, ആ വിധിയുടെ മറപിടിച്ചുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ആ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കൃത്യമായി വരുന്ന അയ്യപ്പ ഭക്തരുടെ വയസ്സ് നോക്കി, അവരുടെ തിരിച്ചറിയൽ രേഖ നോക്കി മാത്രമാണ് കയറ്റിവിടുന്നത്. എന്താണ് CPM ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ കാരണമെന്ന് ചോദിച്ചാൽ, അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമായിരുന്നു. ആ പ്രസംഗത്തിൽ സ്വരാജ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതുമാത്രമല്ല, വനിതാ മതിൽ, നവോത്ഥാന വനിതാ മതിൽ എന്ന പേരിൽ കുറെ സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിൽ കയറണമെന്നാവശ്യപ്പെട്ട് വനിതാ മതിൽ തീർത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരും CPM എന്നാണ്. നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞാണ് ഇവർ ഇത്തരത്തിൽ ഒരു നെറികെട്ട നീക്കം CPM നടത്തിയത്. ആ CPM-ന് ജനങ്ങൾ മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയക്കുന്ന കാര്യം. ഹൈന്ദവ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ ആനയിച്ച CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്ന അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ഭക്തരുടെ മനസ്സിൽ അലയടിക്കുന്ന പശ്ചാത്തലത്തിലാണ് അത് മറികടക്കാൻ അല്ലെങ്കിൽ ആ പ്രതിഷേധം ഒന്ന് തടിപ്പിക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പാ നദിയുടെ തീരത്ത് വെച്ച് നടത്തുന്നത്. കോടികൾ ചെലവിട്ട് നടത്തുന്ന ഈ അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമല സന്നിധാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, സർക്കാർ കോടികളുടെ പണം ഇതുമായി നഷ്ടമാകുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം നട്ടം തിരിയുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കോടികൾ ചെലവഴിച്ച് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് നേട്ടം ഒന്നും തന്നെയില്ല, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് പ്രത്യേകിച്ച് നേട്ടം ഒന്നും തന്നെയില്ല. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തുന്ന ഭക്തന്റെ ആവശ്യം അവന് സുഖകരമായ ദർശനം ഉറപ്പുവരുത്തുക എന്നതാണ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഒരു സുഖകരമായ ദർശനം ഉറപ്പു നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ഞങ്ങൾ അയ്യപ്പ ഭക്തരോടൊപ്പമാണ്, മതവിശ്വാസത്തിന് തങ്ങൾ എതിരല്ല എന്ന് കേരളത്തിലെയും കേരളത്തിന്റെ പുറത്തെയും അയ്യപ്പ ഭക്തരെ കാണിക്കാനുള്ള ഒരു ചൊട്ടുവിദ്യയാണ് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അയ്യപ്പ വിശ്വാസികൾ കൃത്യമായി തിരിച്ചറിയും. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ സുപ്രീം കോടതി വിധി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ മാനിക്കും, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണെന്ന് പ്രസംഗിച്ച പിണറായി വിജയനോ പിണറായി വിജയന്റെ പാർട്ടി നേതാക്കന്മാരോ അവരുടെ വീടുകളിലെ 50 വയസ്സിനും താഴെയും 10 വയസ്സിന് മുകളിലുമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ തയ്യാറാകുമോ? അതിനുള്ള തൻ്റെ ഇടവും ത്രാണിയും നട്ടലും അവർക്കുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്നത്.
അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മനസ്സിനകത്ത് കലിയുഗവരതനായ പ്രതിഷ്ഠയാണ്. കേരളത്തിൽ ആയിരക്കണക്കിനായ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ആ ആയിരക്കണക്കായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഈ ബിന്ദു അമ്മണിയും കനകദുർഗയുമൊന്നും ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ക്ഷേത്രത്തിന്റെ ഇടവഴിയിൽ പോലും പോയിട്ടില്ല. പരിപാവനമായ ശബരിമല സന്നിധാനത്തെ കളങ്കപ്പെടുത്തുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രണ്ട് സ്ത്രീകളെ CPM ആനയിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം CPM രാഷ്ട്രീയമായി ഉണ്ടായുള്ള തകർച്ചയ്ക്ക് ആ തകർച്ചയ്ക്ക് ഒരു അവസാനം കുറിക്കാൻ, അല്ലെങ്കിൽ ഭക്തരുടെ മനസ്സിലെ പ്രതിഷേധം തടുപ്പിക്കുന്നതിന് വേണ്ടി, ആ പ്രതിഷേധ കനൽ കെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണം ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, അയ്യപ്പ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതിന് പകരം സർക്കാർ ചെയ്യേണ്ടത് ശബരിമല സന്നിധാനത്തേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഇടത്താവളങ്ങളും ഒരുക്കി നൽകുകയും പമ്പയിൽ വിരിവെക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കുകയും അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ വിശ്രമത്തിനും അവർക്ക് വേണ്ട കുടിവെള്ള ലഭ്യതയും എല്ലാം ഉറപ്പുവരുത്താൻ ഈ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ മണ്ഡല മകരവിളക്ക് സീസണിലും വരുന്ന, അല്ലെങ്കിൽ മറ്റ് നട തുറക്കുമ്പോൾ എത്തുന്ന കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തർക്ക്, ലക്ഷക്കണക്കായ അയ്യപ്പ ഭക്തർക്ക് അത് വലിയ ആശ്വാസമാവും. ശബരിമല സന്നിധാനത്ത് മണ്ഡല മകരമാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം 1 ലക്ഷത്തിനടുത്ത്, അല്ലെങ്കിൽ ചില ദിവസം 1 ലക്ഷത്തിന് മുകളിൽ അയ്യപ്പ ഭക്തർ തീർത്ഥാടനത്തിനായി എത്തുന്നുണ്ട്. ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കർണാടക തുടങ്ങിയ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ കൂട്ടമായി എത്താറുണ്ട്. പലപ്പോഴും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ സർക്കാർ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങളാണ് ഒരുക്കി നൽകേണ്ടത്. അല്ലാണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ ചെലവിട്ടതുകൊണ്ട് സാധാരണക്കാരായ അയ്യപ്പ ഭക്തനോ ശബരിമല സന്നിധാനത്തിന്റെ പുരോഗതിക്കോ യാതൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, ഇത് സർക്കാരിന്റെ ധൂർത്തിന്റെ ലാളിത്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നിന്ന് പ്രസംഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും സന്നിധാനത്തോ അല്ലെങ്കിൽ ശബരിമലയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെയാണ് CPM ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് CPM ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഭക്തരെ പറ്റിക്കുക, ഭക്തരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് CPM ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അല്ലാതെ ശബരിമല അയ്യപ്പനോടുള്ള സ്നേഹമോ ശബരിമല അയ്യപ്പനോടുള്ള വിശ്വാസമോ അല്ല. കേരളത്തിൽ നിരവധിയായ ദേവസ്വം മന്ത്രിമാർ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സന്നിധാനത്ത് ദർശനത്തിന് പോയിട്ടുണ്ട്. K രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് പോയപ്പോൾ അവരാരും അയ്യപ്പന്റെ മുന്നിൽ തൊഴുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അത്തരത്തിൽ അയ്യപ്പനെ വിശ്വാസമില്ലാത്ത ആളുകൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുകയും അതിന് പിന്നാലെ അതേ ആളുകൾ തന്നെ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്യുമ്പോൾ ഇത് ഭക്തരെ കണ്ണിൽ പൊടിയിടാനാണ്, ഭക്തരെ വഞ്ചിക്കുന്നത് തുല്യമാണ്. അയ്യപ്പ കോപം എന്താണെന്ന് കൃത്യമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അറിഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് അയ്യപ്പന് എന്താണെന്ന് വളരെ കൃത്യമായി അറിയാം. ശബരിമലയിലേക്ക് 2 സ്ത്രീകളെ കയറ്റി ഭക്തരുടെ മനസ്സിൽ എത്രത്തോളം മുറിവേൽപ്പിച്ച അതിന്റെ പ്രതിഫലനമായിട്ടാവാം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ആ അയ്യപ്പ സംഗമത്തിൽ ഏതെല്ലാം പ്രതിനിധികൾ വന്നാലും ശരി, ആരെല്ലാം പോയാലും ശരി, ഇതുകൊണ്ട് CPM ഒരു ലാഭവുമില്ല. കേരളത്തിലെ ജനങ്ങൾ, അയ്യപ്പ വിശ്വാസികൾക്ക് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയാം. അയ്യപ്പനെ അപമാനിച്ചവർ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവർ ആരാണെന്ന് വളരെ കൃത്യമായി അറിയാം. ഇത് പ്രബുദ്ധ കേരള ജനത തിരിച്ചറിയുക തന്നെ ചെയ്യും.